വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: യേശു മനുഷ്യപുത്രൻ മഹത്വപ്പെടുന്ന സമയം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത് എപ്പോൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗ്രീക്കർ വന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 2: പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, അവൻ ഡാഷ് മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 3: മകന്റെ പനി വിട്ടുമാറിയ സമയം ഏത് മണിക്കൂറിലായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 7-ാം മണിക്കൂർ. ക്വസ്റ്റ്യൻ നമ്പർ 4: വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ അവർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിന്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുവിനെ പരീക്ഷിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 5: നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ എന്തിനധീനരായി കഴിഞ്ഞവരെ വിമുക്തമാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിയമത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 6: കാനായിലെ ഈ അത്ഭുതം കണ്ട ശേഷം ആരാണ് യേശുവിൽ വിശ്വസിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിഷ്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 7: പലരും യേശുവിൽ വിശ്വസിച്ചതെന്തിന്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അദ്ദേഹം സംസാരിച്ച വചനങ്ങൾ ഉറപ്പും സത്യവുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8: മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു നഗരവാസികളുടെ എന്ത് ആകാശത്തിലേക്ക് ഉയർന്നു? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിലവിളി. ക്വസ്റ്റ്യൻ നമ്പർ 9: മകളെ, ഭയപ്പെടേണ്ട, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ ഡാഷ് അറിയാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിചയക്കാർക്കെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 10: യേശുവിൽ വിശ്വസിച്ചവർ ആരായിരുന്നു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 11: ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് മോവാബിയായ റൂത്ത് ആരോട് ചോദിച്ചു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമിയോട്. ക്വസ്റ്റ്യൻ നമ്പർ 12: കവർനാമിൽ അവർ എത്ര ദിവസം താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2-3 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 13:
അവർ കല്ലുകൾ എടുത്തത് എവിടെയാണ്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 14. യേശുവിനെ കാണുന്നവർ ആരെ കാണുന്നു? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 15. യേശുവിനെ സമരിയായിലൂടെ കടന്നു പോകേണ്ടി വന്നത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലയിലേക്ക് പോകുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 16. യഹൂദർ യേശുവിൽ വിശ്വസിക്കാൻ കാരണം എന്ത്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അദ്ദേഹം പ്രവർത്തിച്ച കാര്യം കണ്ടതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 17. യേശു 3 ദിവസം എന്ന് പറഞ്ഞത് എന്തിന് മുൻചിഹ്നമായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവന്റെ ഉയർപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 18. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ ഡാഷ് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിത്യജീവനിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 19. യേശു പറയുന്നതനുസരിച്ച് നിത്യജീവൻ ലഭിക്കുന്നത് എങ്ങനെ? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവനിൽ വിശ്വസിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 20. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ ആരോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 21. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും എന്തിന് വിധേയരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാപത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 22. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന വാക്കുകൾ ആരാണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 23. ഫരിസേയർ യേശുവിനെ നീ തന്നെയാണ് നിന്റെ സാക്ഷി എന്ന് പറഞ്ഞത് എന്തിന്റെ പശ്ചാത്തലത്തിൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 24. കടൽ എന്തിനാൽ ശോഭിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശക്തിയേറിയ കാറ്റടിച്ചതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 25. യേശു മഹത്വം വെളിപ്പെടുത്തിയിടം എവിടെ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കാനായിലെ വിവാഹ വിരുന്നിൽ. ക്വസ്റ്റ്യൻ നമ്പർ 26. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് മിച്ചമുള്ള കഷ്ണങ്ങൾ ഡാഷ്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശേഖരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 27. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എല്ലാവരും അവന്റെ അടുക്കൽ പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 28. കർത്താവ് വീണ്ടും സാമുവലിനെ വിളിച്ചു. സാമുവൽ, അവൻ ഡാഷ് ഏലിയുടെ അടുക്കലേക്ക് ചെന്നു പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എഴുന്നേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ
29. യേശു ഒന്ന് കണ്ട് അതിൻ്റെ മേൽ കയറി. അത് ഏത് മൃഗമാണ്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കഴുതക്കുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 30. മനുഷ്യരുടെ പ്രശംസ അധികം ഇഷ്ടപ്പെട്ടവർ ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അധികാരികൾ. ക്വസ്റ്റ്യൻ നമ്പർ 31. യേശുവിൻ്റെ പേര് പരാമർശിക്കപ്പെടുന്ന ആദ്യ വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ 1-ാം അധ്യായം 17-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 32. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് ഡാഷ് നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പരസ്പരം. ക്വസ്റ്റ്യൻ നമ്പർ 33. യേശു മലമുകളിലേക്ക് വീണ്ടും പോയത് എപ്പോഴാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനങ്ങൾ അവനെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 34. ആരും പോയ ശേഷം യേശുവും സ്ത്രീയും മാത്രമായി. ബാക്കിയായത് എവിടെയാണ്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നടുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 35. നിക്കോദേമോസ് യേശുവിനെ രാത്രി കാണാൻ വന്നത് യേശുവിൻ്റെ ദൗത്യത്തിൽ ഏത് ഘട്ടമായിരുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശുശ്രൂഷ ദിനങ്ങളുടെ ആരംഭം. ക്വസ്റ്റ്യൻ നമ്പർ 36. യേശുവിൻ്റെ കൽപ്പനയിൽ ഉടൻ സുഖം പ്രാപിച്ചത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രോഗി. ക്വസ്റ്റ്യൻ നമ്പർ 37. യേശു എൻ്റെ പിതാവിൻ്റെ ആലയം എന്ന് പറഞ്ഞത് എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെറുസലേം ദേവാലയം. ക്വസ്റ്റ്യൻ നമ്പർ 38. സഭാപ്രസംഗകൻ എന്തിനെ ഉന്മത്തതയെയും ഭോഷത്വത്തെയും ചേർത്ത് പരിശോധിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജ്ഞാനവും അറിവും. ക്വസ്റ്റ്യൻ നമ്പർ 39. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനെ, അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും ഡാഷ് സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കരുണയോടെ. ക്വസ്റ്റ്യൻ നമ്പർ 40. വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആരാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ആടുകളുടെ ഇടയൻ. ക്വസ്റ്റ്യൻ നമ്പർ 41. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാല പെറുക്കാൻ ഇവിടം വിട്ട് ഡാഷ് പോകേണ്ട. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മറ്റു വയലുകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 42. അവൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു ഡാഷ് പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 43. നവോമിക്ക് നഷ്ടപ്പെട്ടത് ആരെയൊക്കെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭർത്താവും പുത്രന്മാരും.
ക്വസ്റ്റ്യൻ നമ്പർ 44. യേശുവിനൊപ്പം ഉണ്ടായിരുന്നത് ആരാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിഷ്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 45. മരിക്കാതെ ഡാഷ് കുരുക്കൾ ബാധിച്ചു. നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവശേഷിച്ചവരെ. ക്വസ്റ്റ്യൻ നമ്പർ 46. വയലുകൾ വിളഞ്ഞു കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 47. നദികൾ ഏത് ഭാഗത്തേക്കാണ് ഒഴുകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സമുദ്രത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 48. നവോമിയുടെ ഡാഷ് എലിമലക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 49. യേശു ലാസറിന്റെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശുവിനെ ബന്ധമാക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവന്റെ സമയം വന്നിരുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 51. എവിടെ വെച്ച് തന്നെ 4000-ഓളം ആളുകളെ ഫിലിസ്ത്യർ വധിച്ചു? 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, യുദ്ധക്കളത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 51. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കണം എന്ന് യേശു പറഞ്ഞത് എവിടെ? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കവർനാമിലെ സിനഗോഗിൽ. ക്വസ്റ്റ്യൻ നമ്പർ 53. ആടുകൾ ഇടയനെ അനുഗമിക്കുന്നതിന്റെ കാരണം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവന്റെ സ്വരം തിരിച്ചറിയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 54. മനസ്സിൽ ജീവിതകാലം മുഴുവൻ എന്തൊക്കെ ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി യാതൊന്നുമില്ല എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആനന്ദിക്കുകയും ആസ്വദിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 55. മിഥ്യകളിൽ മിഥ്യ, സകലവും മിഥ്യ എന്ന് ആരാണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സഭാപ്രസംഗകൻ. ക്വസ്റ്റ്യൻ നമ്പർ 56. എപ്പോൾ യോഹന്നാൻ പറഞ്ഞു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവന്റെ സന്തോഷം പൂർണ്ണമായപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 57. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് പൂർത്തിയാക്കുന്നത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിന്റെ നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 58. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രഹാത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരെ ഉദ്ദേശിച്ചാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 59. പീലിപ്പോസിന്റെ ജന്മസ്ഥലമായ പട്ടണത്തിന്റെ പേര് ഏത്? ശരിയായ ഉത്തരം
ഓപ്ഷൻ ബി ബെത്സൈദ. ക്വസ്റ്റ്യൻ നമ്പർ 60. അവനെ കൂടാതെ ഉണ്ടായിട്ടില്ലാത്തത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഒന്നും. ക്വസ്റ്റ്യൻ നമ്പർ 61. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ഡാഷ്. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആനന്ദിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 62. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാൾ നടന്നത് എപ്പോഴായിരുന്നു? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശീതകാലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 63. നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ലത് തന്നെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗലാത്യ 4-ാം അധ്യായം 18-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 64. യേശു ശവകുടീരത്തിന് മുമ്പിൽ നിന്ന് പറഞ്ഞ വാക്ക് ഏത്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പിതാവേ. ക്വസ്റ്റ്യൻ നമ്പർ 65. യേശുവിന്റെ വാക്കുകൾ ശിഷ്യർ എപ്പോഴാണ് ഓർമ്മിച്ചത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 66. പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു. ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു. ഡാഷ് മാത്രം അവശേഷിച്ചിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഉടൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. ആര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹന്ന. ക്വസ്റ്റ്യൻ നമ്പർ 68. അധ്വാനിക്കുന്നവൻ സുഖനിദ്ര ലഭിക്കുന്നു, എന്നാൽ അമിത സമ്പാദ്യം ധനികന്റെ എന്ത് കെടുത്തുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഉറക്കം. ക്വസ്റ്റ്യൻ നമ്പർ 69. എന്തുകൊണ്ടാണ് യേശുവിന് വിധിക്കാനുള്ള അധികാരം നൽകപ്പെട്ടത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മനുഷ്യപുത്രൻ ആയതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 70. അവർ യേശുവിനെ കൊലപ്പെടുത്താൻ ആഗ്രഹിച്ചതിന്റെ കാരണം എന്താണ്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അദ്ദേഹം ദൈവത്തെ പിതാവെന്ന് വിളിച്ചതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 71. മർത്ത യേശുവിനെ ആരായി വിശ്വസിച്ചു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവപുത്രൻ ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 72. കർത്താവിന്റെ സഹോദരനായ ആരെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഗലാത്യ 1-ാം അധ്യായത്തിൽ ശ്ലീഹ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യാക്കോബിനെ. ക്വസ്റ്റ്യൻ നമ്പർ 73. യേശുവിന്റെ ശിഷ്യന്മാർ തിരിച്ചെത്തിയത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യേശു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 74. യഹൂദർ വധിക്കാൻ ആഗ്രഹിച്ചതിനാൽ യേശു എവിടെയിലേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടില്ല? യോഹന്നാൻ
7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യൂദയ. ക്വസ്റ്റ്യൻ നമ്പർ 75. എന്താണ് ഗലീലായിലെ കാനായിൽ 3-ാം ദിവസം നടന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിവാഹ വിരുന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 76. സ്ത്രീ പട്ടണത്തിലേക്ക് പോയി പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഞാൻ ചെയ്തതെല്ലാം പറഞ്ഞവനെ വന്ന് കാണുക. ക്വസ്റ്റ്യൻ നമ്പർ 77. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ ഡാഷ് ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുത്രന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 78. യേശു പറഞ്ഞത് എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല, നിങ്ങൾക്കാകട്ടെ ഡാഷ് സമയമാണല്ലോ. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, എപ്പോഴും അനുകൂലമായ. ക്വസ്റ്റ്യൻ നമ്പർ 79. ഞാൻ ഒരു മനുഷ്യനെയും ഉപദേശം തേടാൻ നിന്നില്ല. ആരുടെ വാക്കുകൾ? ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശുദ്ധ പൗലോസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 80. തിരുനാൾ പകുതിയായപ്പോൾ യേശു എവിടെയാണ് പഠിപ്പിക്കാൻ എത്തിയത്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 81. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ പുത്രനും ജീവൻ നൽകുന്നു. ഈ വാക്കുകൾ പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 82. യേശു നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കിയത് എപ്പോൾ? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞതിന് ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 83. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ ഡാഷ് ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിളിച്ചുകൂട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 84. അവർ ചോദിച്ചു, നീ ആരാണ്? ഡാഷ് എന്തിന്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവന്റെ അധികാരം ചോദ്യം ചെയ്യാനായി. ക്വസ്റ്റ്യൻ നമ്പർ 85. യേശു രോഗിയെ കണ്ടപ്പോൾ എന്ത് ചോദിച്ചു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 86. ഹന്നയുടെ കീർത്തനത്തിൽ നാവിൽ നിന്ന് എന്ത് പുറപ്പെടരുത് എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഗർവ്. ക്വസ്റ്റ്യൻ നമ്പർ 87. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഉൾപ്പെട്ടവർ ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗ്രീക്കുകാർ. ക്വസ്റ്റ്യൻ നമ്പർ 88. രാജസേവകന്റെ മകൻ എവിടെയായിരുന്നു രോഗിയായത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കവർനാമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 89. ജസ്സയുടെ പിതാവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ
90. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ എന്തുണ്ടായി? അന്ന് യൂദായിലെ ഒരു ബേത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ക്ഷാമം. ക്വസ്റ്റ്യൻ നമ്പർ 91. യേശുവിൽ എല്ലാവരും വിശ്വസിച്ചാൽ ആര് വന്ന് വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും എന്നാണ് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും പറഞ്ഞത്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, റോമാക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 92. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തിയ ആദ്യ അടയാളം ഏത് ദിവസമാണ് സംഭവിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 3-ാം ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 93. യഹൂദർ വീണ്ടും കല്ലെടുത്തത് എപ്പോഴാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 94. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ എന്തുണ്ടായി എന്നാണ് റൂത്ത് 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്ഷാമം. ക്വസ്റ്റ്യൻ നമ്പർ 95. യേശു പറഞ്ഞത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, ഇത് ആരോട് പറഞ്ഞതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അമ്മയോട്. ക്വസ്റ്റ്യൻ നമ്പർ 96. യഹൂദർ വിശ്വസിച്ചില്ല, ആരെ വിളിച്ചു വരുത്തിയതിന് ശേഷം മാത്രമാണ് പരിശോധിച്ചത്? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മാതാപിതാക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 97. ജനങ്ങൾ വള്ളങ്ങളിൽ കയറി യേശുവിനെ അന്വേഷിക്കാൻ എവിടേക്കാണ് പോയത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കബർനാം. ക്വസ്റ്റ്യൻ നമ്പർ 98. അവൻ രാജ്യത്ത് ദരിദ്രനായി ജനിച്ചവനാണെങ്കിലും കാരാഗൃഹത്തിൽ നിന്ന് അവന് എവിടെ എത്താൻ കഴിയും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സിംഹാസനത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 99. ഞാൻ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞത് ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 100. യേശു 3 ദിവസം പുനരുദ്ധരിക്കുമെന്നത് കേട്ട് യഹൂദർ പറഞ്ഞത് എന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 46 വർഷമെടുത്തത് വെറും 3 ദിവസത്തിനകം. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും
പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.